മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിൽ ചൂട് പായസം വീണത് ഡിവൈഎസ്പി അന്വേഷിക്കും. അന്വേഷണത്തിന് DGP റേഞ്ച് DIGക്ക് ഉത്തരവ് കൈമാറി. പോലീസിന്റെ ജാഗ്രതക്കുറവ് ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിലാണ് നടപടി. ഷമീർ വിവരങ്ങളുമായി ചേർന്നു. ഷമീർ, പ്രിയദർശിനി യാത്രയുടെ ഉദ്ഘാടന ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ അതൊരു നടപടിയിലേക്ക് പോയിരിക്കുന്നു. വിവരങ്ങൾ. തീർച്ചയായിട്ടും സംസ്ഥാനത്തെ ഒരു മന്ത്രി ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ പോലീസ് സംരക്ഷണം നൽകേണ്ടതാണ്. പക്ഷേ പോലീസിന്റെ സംരക്ഷണം ആ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിക്ക് ലഭിച്ചില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകനായ കുളത്തൂർ ജയൻ നൽകിയ പരാതി, മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ പരാതി DGPക്ക് കൈമാറുകയും DGP ഇത് റേഞ്ച് DIGക്ക് കൈമാറുകയും ചെയ്തു. എന്തായാലും ഇത് ഡിവൈഎസ്പിയിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് DGP നിർദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പ്രിയദർശിനി ബസ്സുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി സഞ്ചരിച്ചിരുന്നപ്പോൾ മന്ത്രി ഇരുന്ന സീറ്റിന് മുകളിൽ മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിലാണ് മന്ത്രിയുടെ തലയിലേക്ക് ഇത്തരത്തിൽ ചൂട് പായസം വീഴുകയും മന്ത്രിയുടെ തലയിൽ ചെറിയ രീതിയിലെങ്കിലും പൊള്ളലേൽക്കുന്ന സംഭവം ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ കൊല്ലം സിറ്റി പോലീസ് ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തിയില്ല. കാരണം അതിലൊരു പരാതി ലഭിക്കാത്ത സാഹചര്യത്തിൽ അന്വേഷണം നടത്തണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് പോവുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പൊതുപ്രവർത്തകൻ നൽകിയ ഈ പരാതി, അതായത് ഒരു സംസ്ഥാന മന്ത്രിക്ക് മേളിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് അത് അന്വേഷിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൊതുപ്രവർത്തകൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി നൽകുകയും മുഖ്യമന്ത്രി അത് DGPക്ക് കൈമാറുകയും DGP അത് റേഞ്ച് DIGക്ക് കൈമാറുകയും ചെയ്തു. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ജാഗ്രത കുറവുണ്ടായി എന്ന് ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന്റെ വീഴ്ച അന്വേഷിക്കണം. ഒപ്പം തന്നെ ഏത് സാഹചര്യത്തിലാണ് മന്ത്രിയുടെ തലയിലേക്ക് ഇത്തരത്തിൽ ഈ പായസം വീണത് തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ അന്വേഷിക്കണമെന്നാണ് ഡിവൈഎസ്പി അന്വേഷിക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും മന്ത്രിയുടെ ഓഫീസിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയില്ല. എന്തായാലും ഡിവൈഎസ്പി റാങ്കിലെ ഉദ്യോഗസ്ഥൻ നിലവിൽ അന്വേഷണം നടത്തണമെന്നാണ് DGP നിർദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ ഷമീർ.